ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? അപ്പം ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ്, അതായത് ഏപ്രിൽ 14. അപ്പം ഇതുവരെ നമ്മുടെ വീട്ടിലിട്ട് വിഷുവിൻ്റെ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇന്നാണ് ഇനി എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇതൊരു ലോങ് വീഡിയോ ആയിട്ടെന്നാ പോസ്റ്റ് ചെയ്യാന്ന്. ഇപ്പോൾ ഇവിടുത്തെ ചൂടിൻ്റെ കാര്യം ഒന്നും പറയണ്ട, നല്ല ചൂടാണ്. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം രാവിലെ തന്നെ പോയിട്ട് ഉച്ചയാകുന്നതിന് മുമ്പ് തിരിച്ചു വരാനാട്ടോ ഇരിക്കുന്നത്. അപ്പൊ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ ഇനി ബാക്കി വീഡിയോസ് അവിടെ ചെന്നിട്ട് കാണാട്ടോ. ഞാനും അച്ഛനും കൂടെ സ്കൂട്ടറിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ മാത്രമല്ല, ചേച്ചിയമ്മയും ചേച്ചിമാരും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ബസ്സിനാണ് കേട്ടോ പോരുന്നത്. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാമെന്നായിരുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും അവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാനായിട്ട് ഫ്രൂട്ട്സ് കടയിലായിരുന്നു ആദ്യം തന്നെ പോയത്. ഞാൻ ഈ നോക്കുന്നത് കണ്ടാൽ തോന്നുന്നു എനിക്ക് ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമെന്ന്. സത്യം പറഞ്ഞ് പഴുത്തത് ഏതാ നല്ലത് ഏതാ ചീത്ത ഏതാണെന്ന് എനിക്ക് കണ്ടാൽ കൂടെ അറിയത്തില്ല കേട്ടോ. കാരണം ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പൊതുവെ കടയിൽ പോണത് കുറവാണ്. ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ മെയിൻ ഐറ്റമായ പടക്കം മേടിക്കാനാണ് കേട്ടോ പോണത്. ഞാൻ ആദ്യമായിട്ടാട്ടോ പടക്കമൊക്കെ മേടിക്കുന്നത്. സാധാരണ അച്ഛൻ വന്ന് മേടിക്കാറായിരുന്നു പതിവ്. ഇപ്രാവശ്യം വെറുതെ അപ്പൊ ഞാനും കൂടെ പോകാന്ന് ഓർത്തു കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ നല്ല തിരക്കാണ്, കണ്ടില്ലേ? ഈ ക്യൂ നീങ്ങിയാലാണ് നമുക്ക് ഇതിന്റെ പുറകെ പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പറ വിഷുവിന്. ഇതെന്റെ യൂട്യൂബിലിടാനാ. അപ്പൊ ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കാണുമ്പോഴാണെങ്കിൽ ഒത്തിരി ഉള്ള പോലെ തോന്നും, പക്ഷെ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ഇതിന്റെ പാതി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പടക്കമൊക്കെ മേടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഓർത്ത് എന്തെങ്കിലും കുടിക്കാന്ന്, കാരണം നല്ല ചൂടുണ്ടായിരുന്നു. അത് മാത്രല്ല വിഷുവിന്റെ തലേ ദിവസം ആയതുകൊണ്ട് റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മളിപ്പോ ഒരു കടയിൽ ലൈമൊക്കെ കുടിക്കാനായിട്ട് കയറിയേക്കുവാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനും അച്ഛനും തിരിച്ചു പോവാട്ടോ. തിരിച്ചു പോകണ വഴിക്കാണ് ഞങ്ങൾ റോഡ് സൈഡിൽ രണ്ടമ്മമാര്, ഇത് ഉടയാടാന്നാണ് തോന്നുന്നു പറയുന്നത്, ഇങ്ങനെ വിൽക്കുന്നത് കണ്ടത്. അപ്പൊ പിന്നെ ഞങ്ങളും അതിന്ന് ഒരെണ്ണം മേടിച്ചേ. ഹായ്, ഞാനപ്പോൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെയാണ്. ഞാൻ എന്തായാലും നാളെ രാത്രിയാണ് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പം അതിന് മുമ്പ് ഇവരെ കാണാമെന്നോർത്ത് ഞാൻ ഇപ്പം ഇനി അതിന് വേണ്ടിയിട്ട് ഇറങ്ങും. ഞങ്ങൾ ആക്ച്വലി 2 മണിക്ക് മീറ്റ് ചെയ്യാന്ന് വെച്ചാണ്. പക്ഷെ ഞാൻ അവിടെ എത്തിയിട്ട് കുറേ നേരമായിട്ട് ഇവരെ കണ്ടില്ല. പിന്നെ കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം ഫൈനലി അവർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി 7ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ ഓരോരുത്തരും ഓരോ വഴിക്കായിട്ട് പിരിഞ്ഞു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവളുടെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ കുറെ നേരം നിന്നതിന് ശേഷം ഒരു 6:30 ആയപ്പോഴാട്ടോ അവളുടെ വീട്ടിൽ നിന്ന് പോകുന്നത്. അതിനിടയിൽ കൂടെ എന്തൊക്കെയോ ബ്ലാബ്ലാ ഒക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞ് ഇവരുടെ കൂടെ ഇന്നിപ്പോ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയുടെ കോള് വന്നപ്പോഴാട്ടോ ഇത്ര സമയമായിരുന്നു ഓർത്തത്. ഗൈസ്, ഞാൻ അങ്ങനെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ വന്നപ്പോ 7 മണിയായി. അപ്പൊ കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങളിപ്പോ പടക്കം പൊട്ടിക്കാൻ പോവാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ ഇതിന്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ.